ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇത് എല്ലാവർക്കും അവരുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ വരുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നതിനും ക്ലാസ്സുകളും പ്രസൻറ്റേഷൻസും തയ്യാറാക്കുന്നതിനും ഉപകരിക്കും. OBS ഓപ്പൺ ബ്രോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ഒരു ഫ്രീ സോഫ്റ്റ്വെയറാണ്. ഇതിന് സ്ക്രീൻ റെക്കോർഡിംഗ് കൂടാതെ മറ്റ് ആപ്ലിക്കേഷൻസുമുണ്ട്. ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡിങ്ങും അതിൻ്റെ സെറ്റിങ്സും മാത്രമാണ് പറയുന്നത്. OBS സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത OBS ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന വിൻഡോയാണിത്. ഇവിടെ ഒരു സീൻ ആഡ് ചെയ്യുക. ഈ കാണുന്ന സോഴ്സ് മെനുവിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സോഴ്സ് സെലക്ട് ചെയ്യണം. ഈ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്താൽ സോഴ്സ് എല്ലാം പോപ്പപ്പ് ആകും. അതിൽ നിന്നും നമുക്ക് വേണ്ടുന്ന സോഴ്സ് സെലക്ട് ചെയ്യാം. ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ളവയാണ്. അതുകൊണ്ട് വിൻഡോ ക്യാപ്ചർ സെലക്ട് ചെയ്തു. അത് മറ്റൊരു വിൻഡോയിൽ വരും. ഇവിടെ നമുക്ക് ഒരു പേര് കൊടുക്കാം. അതിനുശേഷം വരുന്ന ചെറിയ വിൻഡോയിൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകൾ കാണാൻ കഴിയും. ഡീഫോൾട്ട് ക്ലിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ താഴെ ഒരു കൺട്രോൾ വിൻഡോ ഉണ്ട്. അവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തു തുടങ്ങും. റെക്കോർഡിംഗ് സ്റ്റാറ്റസും ഡ്യൂറേഷനും ഇവിടെ കാണാൻ കഴിയും. നമ്മുടെ സ്ക്രീനിൽ ചെയ്യുന്ന എല്ലാം പവർ പോയിന്റ്, എക്സൽ, വേർഡ്, ഓൺലൈൻ ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ റെക്കോർഡാകും. ഇനി നമ്മൾ ഓർത്തു വയ്ക്കുവാനുള്ള സെറ്റിംഗ്സ് കാണാം. മെനു ബാറിൽ ടൂളിൽ ഓട്ടോ കോൺഫിഗറേഷൻ വിസാർഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന രണ്ട് ഓപ്ഷനിൽ നമുക്ക് വേണ്ടുന്നത് ഒപ്റ്റിമൈസ് ഫോർ റെക്കോർഡിംഗ് ആണ്. നെക്സ്റ്റ് സെലക്ട് റെസൊല്യൂഷൻ ആൻഡ് ഫ്രെയിം പെർ സെക്കൻഡ് FPS. ക്ലിക്ക് നെക്സ്റ്റ്. ഈ വിൻഡോയിൽ നമ്മൾ സെലക്ട് ചെയ്ത സെറ്റിംഗ്സ് കാണാം. അപ്ലൈ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് പുറത്തു വരാം. ഇനി ഈ കാണുന്ന ഓഡിയോ വീഡിയോ ഔട്ട്പുട്ട് സെറ്റിംഗ്സ് ഒന്ന് നോട്ട് ചെയ്തോളൂ. എപ്പോഴെങ്കിലും സ്ക്രീനിൽ ഇമേജ് വരാതിരുന്നാൽ ഒന്ന് കമ്പയർ ചെയ്ത് കറക്റ്റ് ചെയ്യാം. ഒരു ചെറിയ ക്ലിപ്പ് റെക്കോർഡ് ചെയ്ത് മറ്റൊരു സെറ്റിംഗ്സ് കൂടി കാണാം. ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഫോർമാറ്റ് FLV ആണ്. ഇത് MP4ലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് ലെഫ്റ്റ് ടോപ്പിൽ ഫയൽ ക്ലിക്ക് ചെയ്ത് റീമിക്സ് റെക്കോർഡിംഗ് സെലക്ട് ചെയ്യുക. ഇവിടെ ബ്രൗസ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള എല്ലാ ഫയൽസും കാണാം. ഇതിൽ നിന്നും വേണ്ടുന്നവ സെലക്ട് ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ ഡീമക്സ് ചെയ്ത ഫയൽ ഡീറ്റെയിൽസ് ആണ്. പാത്ത് ആൻഡ് ഫോർമാറ്റ് ഇതിലുണ്ട്. ഇനി ഒരു ഇൻലേ എങ്ങനെ നമ്മുടെ റെക്കോർഡിങ്ങിൽ ഇൻസേർട്ട് ചെയ്യാമെന്ന് കാണാം. സോഴ്സിൽ വീഡിയോ ക്യാപ്ചർ ഡിവൈസ് സെലക്ട് ചെയ്യുക. ഒരു ഫയൽ നെയിം കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്താൽ വരുന്ന ചെറിയ വിൻഡോയിൽ നമ്മുടെ വീഡിയോ ക്യാപ്ചർ ഡിവൈസിൻ്റെ ഔട്ട്പുട്ട് കാണാം. ഞാൻ വെബ്ക്യാമാണ്
വീഡിയോ ക്യാപ്ചറിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇൻലേ നമുക്ക് സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും പൊസിഷൻ ചെയ്യാം, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിമൂവ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനിയും വീഡിയോ കിട്ടാതെ വന്നാൽ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ഒന്ന് നോക്കണം. ലെഫ്റ്റ് ബോട്ടം കോർണറിലുള്ള സെർച്ച് ബാറിൽ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ബ്രൗസ്. ക്ലിക്ക് C ഡ്രൈവ്, പ്രോഗ്രാം ഫയൽ, OBS സ്റ്റുഡിയോ, ബിൻ, 64 ബിറ്റ്, OBS 64. ഇവിടെ ഈ സെറ്റിംഗ്സ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് സ്പെസിഫൈഡ് ആപ്ലിക്കേഷൻ വാസ് ഓൾറെഡി ആഡഡ് എന്ന് വരുന്നത്. അതില്ലെങ്കിൽ ഈ OBS സ്റ്റുഡിയോ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഹൈ പെർഫോമൻസ് ചെക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. മറ്റ് വീഡിയോകൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. ഈ സബ്സ്ക്രിപ്ഷൻ തികച്ചും ഫ്രീ ആണ്. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം.